റെഡിയാക്കിയിട്ടുണ്ട്. രാഹുകാലത്ത് മുമ്പ് പെണ്ണിനെ വിളിച്ചിറക്ക്. സ്റ്റേറ്റ് കാര്യത്തിന് നമുക്ക് പോവാം. താനിവിടെ വന്നാൽ മതി. സാർ സാർ പ്ലീസ്, ഞാൻ തഹസിൽദാർ ചന്ദ്രസേനൻ. നമ്മൾ ഇവിടെ നിന്ന് ഒച്ച വെച്ചാൽ നാട്ടുകാർ മുഴുവനും അറിയും. അത് താങ്കളെ പോലെ ഒരാൾക്ക് ക്ഷീണം ചെയ്യും. എന്താ നീ കാണിക്കുന്നത്? നടങ്ങ സാർ പ്ലീസ്, ഞങ്ങൾക്കൊന്ന് സംസാരിക്കാൻ അവസരം തരണം. എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് പോട്ടെ. സാർ, ഇവൻ എൻ്റെ സ്റ്റാഫാണ്. സ്റ്റാഫ് ആയതുകൊണ്ട് പറയുകയല്ല. മരുമകനാകുന്ന ആള് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ ഏത് രക്ഷകർത്താക്കൾ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യും. ഇവനോടടുക്കുമ്പോൾ നിങ്ങൾ അതൊക്കെ തിരുത്തും, എനിക്ക് ഉറപ്പാ. സാറേ, ഞാൻ അത്ര വലിയ യോഗ്യനൊന്നുമല്ല. മാത്രമല്ല, ഇതൊക്കെ എന്നാ ഇങ്ങനോട് പറയുന്നത്? മീരയുടെ അച്ഛനോട് അമ്മയോട് സംസാരിച്ചാ പോരെ? മീര, നീ എന്നോട് ഇറങ്ങി വരുന്നുണ്ടോ? എന്താ പറഞ്ഞേ? ഇവളുടെ അച്ഛനോടും അമ്മയോടോ പറയണ്ടെന്നോ? എന്താ ഞങ്ങളെ കളിയാക്കണം? കളിയാക്കുകയാണെന്നോ? ഈ കുട്ടി ഇവിടുത്തെ വേലക്കാരിയല്ലേ? പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ കൊള്ളാവുന്ന ജോലിയുള്ള ഒരുത്തൻ കല്യാണം കഴിക്കാന്ന് പറയുമ്പോൾ അതിനെ അഭിനന്ദിക്കുകയല്ലേ വേണ്ട മിസ്റ്റർ ഗോപിനാഥ്? ഇവന് ഭ്രാന്ത. ആ ഭ്രാന്തിനൊപ്പം തുള്ള നിങ്ങളും. ഇവൾ ഞങ്ങളെ മോളാ. ജോലിക്കാരിയെ പ്രൊമോട്ട് ചെയ്തോ? മോളാണ്. എന്താടാ ഇത്? ഇത് അവളെ വിട്ടുതരാതിരിക്കാനുള്ള നാടകം കളിക്കോ സാറേ? എങ്കിലും കർട്ടനിടാൻ സമയമായി. എന്താ കുട്ടി? അച്ഛൻ പറഞ്ഞത് സത്യം. ജോലിക്കാരിയാണെന്ന് പ്രിയൻ ചോദിച്ചപ്പോ ഞാനങ്ങ് സമ്മതിച്ചു തരികയായിരുന്നു. അടിക്കും മോനെ ബൂട്ടാൻ പമ്പർ. എന്നെ ചതിക്കുമായിരുന്നല്ലേ? സാറേ, എന്നോട് ക്ഷമിക്കണം കേട്ടോ. സാറാ ആരാന്ന് പോലും അറിയാതെ ഞാൻ എന്തൊക്കെയോ മനസ്സൊരുപാട് വിഷമിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ക്ഷമിക്കണം കേട്ടോ സാറേ. സാറേ, ഞാൻ ജീവിതത്തിൽ ആരോടും കള്ളം പറഞ്ഞിട്ടില്ല സാറേ. അതുകൊണ്ട് തന്നെ ഏതാ കള്ളം എന്താ കള്ളം അറിയാൻ മേലാണ്ടായി. റബ്ബർ ഷീറ്റ് കൊണ്ട് സൊസൈറ്റി കൊടുക്കുമ്പോൾ ഞാൻ ത്രാസിന്റെ സൂചി മേലും നോക്കുകയല്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പെട്ടെന്ന് നമുക്ക് വിശ്വാസം ഇല്ലെന്നല്ലോ സാറേ എൻ്റെ അർത്ഥം? അല്ലയോ? നമുക്ക് സംസാരിക്കാം. ഞാൻ ഒരുപാട് സംസാരിക്കുന്നവന്നാ എല്ലാരും പറയുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല സാറേ. ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവനൊന്നും അല്ല സാറേ. ജീവിതത്തില് ഒരു മോഹമായിരുന്നു ഇത്. അതാ തകർത്ത് കളഞ്ഞത്. സാറേ, ഇനി ഞാൻ സാറിനെ വിഷമിപ്പിക്കാനൊന്നും ഒരിക്കലും വരികയല്ല കേട്ടോ.
സാറേ കാർ സ്റ്റാർട്ട് ചെയ്ത് ഇട്ടേക്കാമേ. വേണ്ടേ? നമസ്കാരം സാർ. ഓഫീസ് ഇങ്ങോട്ട് മാറ്റിയോ? കോടീശ്വരിയാണ് താനെന്നറിയുമ്പോൾ പ്രിയൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നത് കാണാനാണ് മീര ഇത് മറച്ചുവെച്ചത്. പക്ഷേ അവൻ പണത്തിൻ്റെ പുറകെ ഓടുന്നവനല്ല. കള്ളവും ചതിയൊന്നും അവൻ അറിയില്ല. മീര ജോലിക്കാരിയാണെന്ന് പറഞ്ഞു. അവൻ അത് വിശ്വസിച്ചു. എക്സ്ക്യൂസ് മീ. സാറിവിടെ ആരാ? മോൾക്കെന്നെ അറിയാം. ഞാൻ വന്നത് ഒരു സിനിമയുടെ സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യാനാ. സ്ക്രിപ്റ്റ് എല്ലാം റെഡിയാ. ചാനലിൽ നിന്ന് 1.5 കോടി രൂപ സാറ്റലൈറ്റ് റേറ്റ് കിട്ടും. ഡിസ്ട്രിബ്യൂഷൻ 50 ലക്ഷം ഉറപ്പാ. മോളോട് ചോദിച്ചാ അറിയാം. മോനെ ഇതല്ല മോള്. ആ അച്ചായം പ്രൊഡ്യൂസറുടെ അടുത്ത് തന്നെ പോകുന്നതാ നല്ലത്. സമയമുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കും. ഒരു 4-5 സിനിമക്കുള്ള കഥ ഇവിടെ നിന്ന് തന്നെ കിട്ടും. അച്ഛൻ ഇങ്ങനെ ചതിക്കൊന്നും ഞാൻ കരുതിയില്ല. അവനെ കൊണ്ട് പടം ചെയ്യിക്കാണല്ലേ? എന്നെ കൈവിടരുത്. അച്ഛൻ അവനോട് റിക്വസ്റ്റ് ചെയ്തല്ലേ പടം ചെയ്യാൻ? ഞാൻ അവനോട് റിക്വസ്റ്റ് ചെയ്ത നേരാ കഥ പൂർത്തിയാക്കിയ ദിവസം. പക്ഷെ അവനതിന് വഴങ്ങിയില്ല. ഞാൻ അവൻ അടുത്ത ദിവസവും വിളിപ്പിച്ചു. നീ ഇത് വാങ്ങണം, എനിക്ക് വേണേൽ ഇഷ്ടം പോലെ സംവിധായകരെ വേറെ കിട്ടും. മലയാള സിനിമയ്ക്ക് ഇപ്പം ആവശ്യം നന്മ നിറഞ്ഞ നിന്നെപ്പോലുള്ള ടെക്നീഷ്യന്മാർ. അതെന്നാ പറച്ചില്ല സാറേ. വൈശാഖൻ ചേട്ടന് കിട്ടേണ്ട സ്ഥാനം ഞാൻ തട്ടിയെടുത്ത പിന്നെ അതിൽ പിന്നെ എനിക്ക് എന്നാ നന്മയുള്ള. സാറ് ഈ വെച്ച് നീട്ടിയ കാശ് കൊണ്ട് എൻ്റെ അച്ഛൻ വരുത്തി വെച്ച കടങ്ങളൊക്കെ എനിക്ക് വീട്ടാം. പക്ഷേ വൈശാഖൻ ചേട്ടൻ്റെ കണ്ണീരിൻ്റെ കടം എനിക്ക് എത്ര ജന്മം കൊണ്ടാണ് വീട്ടാൻ പറ്റുക. മാത്രമല്ല സാറേ, ഞാൻ ഈ കഥ പറഞ്ഞത് എൻ്റെ പെങ്ങൾക്കും പിന്നെ എൻ്റെ മീരയ്ക്കും. മീര എന്ന് പറഞ്ഞാൽ ഞാൻ കെട്ടാൻ പോകുന്ന കൊച്ച, അവൾക്കും വേണ്ടിയാ. പക്ഷേ വൈശാഖൻ സാർ സ്നേഹിച്ചത് സിനിമയെ. അതുകൊണ്ട് സാറിൻ്റെ ഈ സിനിമ വൈശാഖൻ സാർ തന്നെ ചെയ്യട്ടെ. പടം വിജയിക്കുന്നേ. ഈ സാറിൻ്റെയൊക്കെ ഭാഷയിൽ എന്നാ പറയണ്ടേ? സൂപ്പർ ഹിറ്റ്.